പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ നടത്തുന്ന വഴികൾക്കായിട്ട് നമുക്ക് കരമുയർത്തി അവനെ ഒന്ന് സ്തുതിക്കാം. നിമക്കളെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കരമുയർത്തി സ്തുതിക്കാമെന്ന് പറയുമ്പോൾ ദൈവസന്നിധാനത്തിൽ ഞാൻ എൻ്റെ വലങ്കരം ഉയർത്തി തന്നെയാണ് നിങ്ങളോടിത് പറയുന്നത്. നമ്മുടെ കർത്താവ് സ്തുതിക്ക് യോഗ്യന, ആരാധനയ്ക്ക് യോഗ്യന, നമ്മെ കരുതുന്നവനാ, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാ, നമ്മെ വഹിക്കുന്നവനാ, നമ്മുടെ താല്പര്യമൊക്കെ നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. ഈ നല്ല ദൈവത്തിൻ്റെ നാമത്തിൽ ദൂരത്തും ചാരത്ത് വരുന്ന ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 31 അധ്യായം 6 വാക്യം. Deuteronomy chapter 31 verse 6. ബലവും ധൈര്യമുള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിൻ്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ചിലരൊക്കെ ഒറ്റയാന്മാരായിട്ടങ്ങ് നടക്കും ഈ ലോകത്തിൽ. നാം നമ്മെ സംബന്ധിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. കർത്താവായ യേശു ക്രിസ്തു, ജീവനുള്ള ദൈവം, എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട്. നമുക്കറിയാം, മോശ എപ്പോഴും അഹരോനുമായിട്ട് കൂട്ടുപിടിച്ചായിരുന്നു പലതും ചെയ്തത്, അല്ലേ? ദാവീദിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു യോനാഥാൻ. രൂത്ത് നവോമിയുടെ ഫേവററ്റ് ഡോട്ടറിലോ ആയിരുന്നു, അല്ലേ? എന്നാൽ യേശു കർത്താവ് എങ്ങനെയായിരുന്നു? യേശു കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. 3 പേര് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. അതിൽ മാറോട് ചേർന്നിരുന്നവനാ യോഹന്നാൻ, അല്ലേ? പ്രൈസ് ഗോഡ്. യേശു കർത്താവ് അവരുടെ ലീഡറായിരുന്നു. അവരവനെ വിളിച്ചത് റബ്ബി എന്നാണ്. ദേ കോൾഡ് ഹിം റബ്ബി ആൻഡ് ലോർഡ്, ബട്ട് നെവർ ബ്രദർ. സഹോദരൻ എന്ന് വിളിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. യേശു എപ്പോഴും പിതാവുമായിട്ട്, ആ പിതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് കണക്റ്റഡായിട്ട് ജീവിച്ചു പിതാവുമായിട്ട്. ഗെത്സമനയിലെ ആ വലിയ ആഗണിയിലും ക്രൂശിലെ ആ പീഡ അനുഭവത്തിലും ദൈവം അവനെ കൈവിട്ടില്ല. യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു. സാത്താൻ മരുഭൂമിയിൽ അവനെ പരീക്ഷിച്ചപ്പോഴും ദൈവം തൻ്റെ സാന്നിധ്യം കൊടുത്തു. ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നാം ആരും ഒറ്റയാന്മാരല്ല, ഒറ്റയ്ക്ക് നമുക്ക് പറ്റത്തുമില്ല. ഡോണ്ട് ബി എ ലോൺ റേഞ്ചർ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇവരുമായിട്ട് ഒരു നിത്യമായ കമ്പാനിയൻഷിപ്പ് നമുക്കുണ്ടായിരിക്കണം. അത് നമുക്ക് എൻകറേജ്മെൻറ്റ് തരും, ശക്തി തരും, ഏറ്റവും വലിയ ഭയത്തിൻ്റെ മേലൊക്കെയും ജയമെടുപ്പാൻ നമ്മെ സഹായിക്കും. നിരാശ നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വരുമ്പോഴൊക്കെ, ഇരുട്ടിൻ്റെ സമയങ്ങളിലൊക്കെ, പ്രിയ ദൈവപൈതലേ, നിൻ്റെ ആ വലിയ ഭാരം നീ ആ യേശു കർത്താവിൻ്റെ മേൽ ഒന്ന് ഇട്. അവനൊരിക്കലും നിന്നെ കൈവിടത്തില്ല കേട്ടോ. അവൻ നിന്നെ ചോർത്ത് പിടിക്കും. നമുക്കുള്ളൊരു ശത്രുവിൻ്റെ പേരാണ്, അഡ്വേഴ്സറിയുടെ പേരാണ് സാത്താൻ. അവൻ്റെ ബിസിനസ് തന്നെ ഒരു ഡിസ്കറേജ്മെൻറ്റ് ബിസിനസ് അവൻ നടത്തുന്നത്. ഇമോഷണലി ആണെങ്കിലും സൈക്കോളജിക്കലി ആണെങ്കിലും നമ്മെ മുട്ടുകുത്തിക്കാൻ നോക്കും. മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നമ്മളെ ലോകത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കുവാൻ അവൻ നോക്കും. നമ്മെ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുവാൻ അവൻ ശ്രമിക്കും. മത്തായിയുടെ സുവിശേഷം നോക്കുമ്പോൾ നമ്മളതിനകത്ത് പത്രോസ് വെള്ളത്തിന്മീതെ നടന്നു വന്നത് നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് യേശുവിനെ വലിയ വിശ്വാസമായിരുന്നു. പത്രോസ് ഓർത്തു ഒരിക്കലും അവൻ വെള്ളത്തിൽ താണു പോകാൻ യേശു അനുവദിക്കത്തില്ല. പക്ഷേ യേശു അവനോട് വരാൻ പറഞ്ഞു. പത്രോസ് പടലിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ ഈ പത്രോസ് കാറ്റ് കണ്ടപ്പോഴുണ്ടല്ലോ,
പേടിച്ച് മുങ്ങിത്തുടങ്ങി. അവൻ പറഞ്ഞു, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. എന്നിട്ട് യേശു ഒരു പേരവനെ വിളിച്ചു. അതെന്തുവാണ്? അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? കാറ്റിൻ്റെ ശക്തി, ഫെറൂഷ്യസ് വിൻഡ്, അവനെ നിരാശപ്പെടുത്തി, ഡിസ്കറേജ്മെൻറ്റ് കൊണ്ടുവന്നു. സാത്താന് ഡിസ്കറേജ്മെൻറ്റ് അങ്ങ് ഡെലിവറി ചെയ്തു അവൻ്റെ മേലെ, ആ മീൻപിടുത്തക്കാരൻ്റെ മേലെ. അപ്പോഴാണ് അവൻ മുങ്ങാൻ പോയത്. പുറകോട്ടൊന്ന് തിരിഞ്ഞ് നിൻ്റെ ജീവിതത്തിൽ നീ മുങ്ങിപ്പോവാൻ തുടങ്ങിയ സന്ദർഭങ്ങളെ ഒന്ന് ഓർത്തേ. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ദൈവസന്നിധാനത്തിലിരുന്ന് ഞാൻ പരാജയപ്പെട്ടു, ഞാൻ തീർന്നു, ഈ വിഷയത്തിൽ നിന്ന് ഞാൻ പുറത്തു വരത്തില്ല എന്നോർത്ത് ഞാൻ മുങ്ങിപ്പോയ സന്ദർഭങ്ങളെ എൻ്റെ ദൈവസന്നിധിയിൽ ഓർക്കുകയായിരുന്നു. നിങ്ങളിൽ എന്നെ കേൾക്കുന്ന ചിലരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുവാകാം. ഭവനത്തിലെ ചില അശാന്തിയുള്ള നിമിഷങ്ങളും വഴക്കുകളുമാകാം. നിൻ്റെ പഠിത്തത്തിൽ നിനക്ക് ലോ ഗ്രേഡ്സ് കിട്ടിയതാകാം. ലോ എന്ന് ഞാൻ പറയുന്നില്ല, ബാഡ് ഗ്രേഡ്സ് കിട്ടിയതാകാം. ആ കാലഘട്ടങ്ങളിലും ആ സമയങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോഴാണെങ്കിൽ ഈ സമയത്ത് എനിക്ക് തോന്നുന്നില്ല ദൈവം നിന്നിൽ നിന്നാകുന്നതാണെന്ന്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മളോട് കമാൻഡ് ചെയ്യുന്നത്, അവൻ്റെ അടുക്കിലേക്ക് വാ, യേശുവിനോട് ചേർന്ന് നിൽക്കുക, സാത്താനോട് എതിർത്ത് നിൽക്കുക, റെസിസ്റ്റ് ദ ഡെവിൾ, അപ്പോൾ ആ സാത്താൻ നിന്നെ വിട്ടാകുന്നു ഓടിപ്പോകുന്നു. നമ്മൾ വിശ്വാസികളല്ലേ. നമ്മളെ ദൈവം നമ്മളോട് എന്ത് കൽപ്പിച്ചിരിക്കുന്നു അതുപോലൊക്കെ ചെയ്യുവാനും അതനുസരിപ്പാനും അവൻ നമ്മെ എംപവർ ചെയ്തിരിക്കുക. പത്രോസിനോട് പറഞ്ഞതാ, ഓക്കെ നീ വെള്ളത്തിൽ മുകളിൽ കയറി നടന്നു വാ. പത്രോസ് പറഞ്ഞു, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് യേശു കർത്താവ് വരിക എന്ന് പറഞ്ഞത്. എന്നാൽ ഞാൻ പറയട്ടെ, ശക്തിയോടെ കാറ്റ് വീശിയപ്പോൾ അവിശ്വാസം പത്രോസിനെ കയറി പിടിച്ചു. പത്രോസ് ഡിസപ്പോയിൻറ്റഡായി. ദൈവം ഫെയ്ത്ത്ഫുള്ളായാണെന്ന് അവനങ്ങ് മറന്നു. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നീ നിൻ്റെ ദൃഷ്ടി യേശു കർത്താവിൻ്റെ മേൽ വെച്ചാൽ, അവൻ്റെ ടീച്ചിങ്സൊക്കെ നീ അനുസരിക്കുവാണെങ്കിൽ, ഫോളോ ചെയ്യുവാണെങ്കിൽ, അവൻ നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, നമുക്ക് ഏത് വലിയ കൊടുങ്കാറ്റിനെയും എതിർത്ത് നിൽപ്പാനുള്ള ശക്തി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. ദൈവമക്കളെ, ഉറപ്പുള്ളവരായിരിക്കുക, ധൈര്യമുള്ളവരായിരിക്കുക. കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. ഒരു പഴയ പ്രോവേബുണ്ട്, അതാര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നൊന്നും എനിക്കറിയത്തില്ല. ഇറ്റ് ഈസ് ഓഫ് അൺനോൺ ഒറിജിൻ. പക്ഷേ ഒരു വലിയ ഹോളിനകത്ത് വീണ് പോയിട്ട് പുറത്തു വരാൻ വഴി കാണാൻ പറ്റാതെ വിഷമിച്ചൊരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ ഒത്തിരി നേരം കടന്ന് നിലവിളിച്ചു സഹായത്തിന് വേണ്ടി. അവസാനം ഒരു പഴുന്തുണിയൊക്കെ ചുറ്റിയ ഒരു മനുഷ്യൻ അതിലെ വന്നു. ഈ മനുഷ്യൻ്റെ നിലവിളി കേട്ടിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, എന്ത് വേണം? ആ മനുഷ്യൻ പറഞ്ഞു, നീ എന്നെ ഒന്ന് പൊക്കിയെടുക്കണം, നീ നിൻ്റെ വഴിക്ക് പോകരുതേ. പക്ഷേ ആ മാൻ, he didn't obey. That man didn't listen to the poor man's cry. അവൻ്റെ ഷൂസൊക്കെ ചവിട്ടി തേച്ചരച്ചൊച്ച വെച്ച് ആക്രോശിച്ചവിടെ നിന്ന് അങ്ങ് പോയി. എന്നാൽ ഈ മനുഷ്യൻ്റെ ആ ഡെസ്പറേറ്റ് ആയിട്ടുള്ള കരച്ചിൽ ഒരു വിശുദ്ധനായ മനുഷ്യൻ, ഭക്തനായ ഒരു മനുഷ്യനല്ലേ വന്നപ്പോൾ കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം, അവിടെ നിന്ന് കയറി വരുവാൻ നിനക്കുള്ളൊരു വഴി ദൈവം നിനക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അവൻ പ്രാർത്ഥിച്ചു.
ഈ തന്നോട് സംസാരിച്ച മനുഷ്യനെ അരണ്ട വെളിച്ചത്തിൽ താൻ കണ്ടു. അവർ തമ്മിൽ കണ്ടു. ഈ സാധാരണ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ കിടന്നിടത്തേക്ക് അങ്ങ് ചാടി വീണു. അവനും ആ ഹോളിലേക്ക് അങ്ങ് ചാടി ഇറങ്ങി. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്? അവൻ പറഞ്ഞു, ഞാനൊരിക്കൽ ഈ ഹോളിൽ വീണതാ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇത് ഒരു സാധാരണ ഒരു പ്രോവോബായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ താല്പര്യം, യേശു കർത്താവ് നമുക്ക് വേണ്ടി, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നു, ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. പാപാന്ത കുഴിയിൽ ആണ്ടുപോയ നമ്മളെ, അതിലേക്ക് വീണുപോയ നമ്മളെ അവൻ പൊക്കിയെടുത്ത് രക്ഷിച്ചു. പ്രൈസ് ഗോഡ്. ഈ വലിയവനായ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ആ ദൈവം തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാണ് പറയുന്നത്. അവനവൻ്റെ ആ ഡിവൈൻ നേച്ചർ, ഹല്ലേലൂയ, അതിൻ്റെ ഒന്നും ഒരിത് കാണിക്കാതെ വണ്ണം പാപിയായ മനുഷ്യന് വേണ്ടി ഇറങ്ങി വന്ന് അവനെ വിട്ടുവെച്ചു. യോഹന്നാൻ 1:14 പറയുന്ന 15 ഇടമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് കണ്ടു. ഒരു ട്രൂ അഡ്വക്കേറ്റായിട്ട് നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യുന്ന, പിതാവിനോട് ഇൻ്റർസീഡ് ചെയ്യുന്ന ഒരു യേശു കർത്താവുണ്ട്. നീ ഏത് ഹോളിൽ വീണാലും, നീ ഏത് ട്രയൽസിൽ കൂടെ സഫർ ചെയ്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെങ്കിലും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശുവുണ്ട്. അവൻ നിൻ്റെ അടുത്ത് വന്ന്, നീ ആയിരിക്കുന്നിടത്ത് നിന്ന് നിന്നെ വിട്ടുവയ്ക്കും. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ വീണുപോയ കുഴിയിൽ നിന്ന്, കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഉറപ്പുള്ള പാറമേൽ നിർത്തുന്നവൻ നീയാകയാൽ നിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വീണടുത്ത് കിടന്ന് ഞങ്ങൾ നശിച്ചു പോകാനല്ല കർത്താവേ, ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി ജയം പ്രാപിച്ചവരായി മുന്നോട്ട് പോകാൻ തക്കോണം ആവശ്യമാകുന്ന കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.